ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ചക്കയും മീനും പിന്നെ ഇഡ്ഡലിയായിരുന്നു. പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഈ ചെടിയുടെ വിത്താണ് ബ്ലാക്ക് കളറിൽ കാണുന്നത്. പക്ഷെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാണുന്ന സമയത്തൊക്കെ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. അപ്പോൾ അത് മുളച്ചിട്ട് വരട്ടെ വിചാരിച്ചിട്ട്. ഇതിന് പൂ പിടിക്കുന്നതേ ഉള്ളൂ. 10 മണി പൂവോ. പയറ് പിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഞരമ്പൊന്നും പിടിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ എന്നറിഞ്ഞില്ല. വേറെയുണ്ട് 1-2 ഒക്കെ. ഇത് ചീരയൊക്കെ ഫുള്ള് പൂ വന്നു. ഇത് ഞങ്ങൾ അന്ന് മേടിച്ച റോസയുടെ ചെടിയാണ്. പൂ ഉണ്ടായിരുന്നത് ഞങ്ങൾ വാടിപ്പോയപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിനിപ്പോൾ വീണ്ടും ബഡ് വന്നിട്ടുണ്ട്. ഇത് യെല്ലോ ആയിരുന്നു, യെല്ലോ കളറിലെ റോസായിരുന്നു. ഇത് പിങ്ക് കളറായിരുന്നു, പക്ഷെ ഇതിന് മുള വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ 10 മണി പൂവാ. ഇത് വൈറ്റ് കളറിലെ റോസാണ്. ഇതിന് ബഡ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ നോർമൽ നാടൻ ടൈപ്പ് റോസാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ എപ്പോഴും ഉള്ള പൂക്കളാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ വേറെ വെറൈറ്റി ടൈപ്പ് ചെടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പയറും പാഷൻ ഫ്രൂട്ട് എന്തൊക്കെയോ ഉണ്ട്. ഇത് ആക്ച്വലി സൺഫ്ലവറിൻ്റെ ടൈപ്പ്. സൺഫ്ലവർ അല്ല, പക്ഷെ അതുപോലത്തെ ഒത്തിരി ഹൈറ്റിൽ പോയിട്ട് ഒരു പൂ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഒരു ചെടിയാണ്. കാട് പോലെയാവും ഇത്. ഇങ്ങനെ അതിൻ്റെ വിത്തൊക്കെ പോയി. പക്ഷെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. ഒത്തിരി പൂ ഉണ്ടാവുകയും ചെയ്യും. മീൻ ഇല്ല, മീനുണ്ട് പക്ഷെ കാണുന്നില്ല. ഇത് വേറൊരു ചെടിയാണ്. ഇതിൻ്റെയും പൂ കാണാൻ നല്ല ഭംഗിയാണ്. മുളകുണ്ട്, മുളകിൻ്റെ തൈ, പക്ഷെ മുളക് പിടിച്ചിട്ടൊന്നുമില്ല. ഇത് പപ്പായയുടെ തൈയാണ്. ചുമ്മാ വിത്തിട്ടതാണ്. ഇനിയിപ്പോൾ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി നടണം. ഇത് തണ്ണിമത്തൻ്റെ വിത്തെങ്ങാണ്ട് ഇട്ടതാണെന്ന് തോന്നുന്നു. ഇത് ചിക്കുവിൻ്റെ മരം. 1-2 പൂവും കായും ഒക്കെ ഉണ്ട്. കായ് കാണുന്നുണ്ടോ? യെസ്, എവിടെ പോയി? എന്തോ ഇരിക്കുന്ന ഇതാണ് കായ്.
ഓക്കെ. പിന്നെ മാവുണ്ട്, മാവിൽ മാങ്ങയുണ്ട്. ഇതോടെ ഒരു കൊല്ലമാങ്ങ. ഇനി ഞാനൊരു സൂത്രം കാണിച്ചു തരാൻ വേണ്ടി പോവാ. ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയ കൂട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ മൾട്ടിപർപ്പസാണ്, എന്തിനു വേണമെങ്കിലും കയറാം. പക്ഷെ ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷെ ഇതെങ്ങനെ ചെയ്തതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനുമുമ്പ് ഒരു സാധനം കൂടി കാണിക്കാനുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. താഴെപ്പോവും. ഹലോ, തിന്നാൻ വേണോ? അയ്യോ, തിന്നാൻ പുല്ലൊന്നുമില്ല. ഒരു മിനിറ്റ്. അതിന് കൊടുക്കാനുണ്ട്, മാവിൻ്റെ ഇല കൊടുക്കാം. SF വേറെ ഇവിടെ പുല്ലൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് പിന്നെ ചെമ്പരത്തിയുടെ ഇല അതും കഴിക്കും. വയറ് നിറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല. വയറ്റിലൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കഴിക്കും. കഴിച്ചോ, പൊക്കോ, ബൈ. ഇവിടെ ചാമങ്ങ പിടിച്ചിട്ടുണ്ട്, പക്ഷെ മൊത്തം പുഴുവായിരിക്കും. മഴയൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഇവിടെ. ഇന്നലെ മെയ്യുന്നൊക്കെ മഴയാണ്, അതുകൊണ്ട് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുഴുല്ലേ, പുഴുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ തിന്നോ, വേണ്ട. നീ താഴെ ആക്കുമ്പോൾ ഞാൻ ഒന്ന് മുകളിലാക്കുന്നേ. വേണ്ടേ? വേണമെങ്കിൽ തിന്നോ, ഞാൻ പോണു. പറഞ്ഞു വന്നത് ഈ ഒരു കൂടിൻ്റെ കാര്യമാണ്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇതുപോലത്തെ ഒരു നെറ്റ് എടുത്തു. ഇത് നെറ്റ് എടുത്തൊന്നുമല്ല, വേറെ എന്തിനോ വേണ്ടി എടുത്തപ്പോൾ വേറെ മുമ്പ് ഞങ്ങൾക്കൊരു കൂടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിഞ്ഞു പോയപ്പോൾ എൻ്റെ നെറ്റ് പക്ഷെ നല്ല കട്ടിയുള്ള നെറ്റ്, മറ്റേ നോർമൽ ടൈപ്പ് നെറ്റല്ല, നല്ല കട്ടിയുള്ള, വളയ്ക്കാനോ മുറിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. അതിൻ്റെ നല്ല കട്ടിയുള്ള സാധനം ഇല്ലെങ്കിൽ വേറൊരു ടൈപ്പ് നെറ്റ് ഉണ്ട്, അത് നോർമൽ. അത് വേണമെങ്കിൽ നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്താൽ അത് മുറിഞ്ഞു. അത് ഇത്രയും കട്ടിയൊന്നുമില്ല, അത് വേഗം പോവുകയും ചെയ്ത്. ഇത് നല്ല ഉറപ്പുള്ള സാധനമാണ്. സോ ഇതുപോലത്തെ ഒരു റെക്റ്റാങ്കുലർ പീസ് ഉണ്ടായിരുന്നു. ഇത് കുറേ യൂസ് ചെയ്തതാണ് ആ കൂടിനകത്ത്, പക്ഷെ ഒന്നും ആയില്ല. അത് ആ റെക്റ്റാങ്കുലർ പീസിനെടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും ഞാൻ കൂട്ടിമുട്ടിച്ച്, ഒരു മിനിറ്റ്, രണ്ടറ്റവും ഞാൻ കൂട്ടിമുട്ടിച്ചിട്ട്, ഇത് ഇതിൻ്റെ ടോപ്പാണ് കേട്ടോ, ഇത് ഇതിൻ്റെ ടോപ്പ് സൈഡാണ്, ഇത് ബോട്ടം സൈഡ്. താഴെ വെച്ചേക്കുന്ന ഭാഗം, ഇത് മുകളിലെ മേൽക്കൂരിൻ്റെ ഭാഗം, റൂഫിൻ്റെ ഭാഗം. അവിടെ ആ രണ്ട് എൻഡും കൂടി ഞാൻ കൂട്ടി വെച്ചു, ആ റെക്റ്റാങ്കുലർ ഷേപ്പിൻ്റെ. എന്നിട്ട് ത്രൂ ഔട്ട് ഞാനൊരു വള്ളിയും കൊണ്ട് കെട്ടി വെച്ചിട്ട് അതൊരു റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുത്തു. ഒരു മിനിറ്റ്. ഇതാണ് മൊത്തത്തിലുള്ള കൂടിൻ്റെ വ്യൂ. മൊത്തത്തിലുള്ള കൂടിങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൽ ഈ ടോപ്പിൽ ഞാൻ രണ്ടറ്റവും കൂട്ടി മുട്ടിച്ചിട്ട് ഒരു കയറോ കമ്പി എന്തെങ്കിലും എടുത്തിട്ട് ത്രൂ ഔട്ട് അത് കെട്ടി റൗണ്ട് ഷേപ്പിൽ ആക്കി വെച്ചു, ഒരു സിലിണ്ടർ ഷേപ്പിൽ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഒരു ഭാഗം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം എടുത്തു. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ വീട്ടിൽ എന്താണുള്ളത് അത് യൂസ് ചെയ്താലും മതി. ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങളുടെ പഴയ ടോയ്ലറ്റിൻ്റെ ഡോറിൻ്റെ ഷീറ്റാണ്. അത് ഞാൻ എടുത്തിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടാണ്
ഇവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ സൈഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ ഡോറായിട്ടും ഇതിൻ്റെ ഒരു പീസ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പുറത്ത് എങ്ങനെ ക്ലോസ് ചെയ്തതെന്ന് വെച്ചാൽ, നല്ല വീലുണ്ട്, ക്ലോസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പിൽ ആ മെഷർമെൻ്റ് എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തു. ഈ ഒരു സാധനം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തു. അതിൻ്റെ പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഇത് മുകളിലോട്ട് ഇതുപോലെ കമ്പി വെച്ച് ഫുൾ സൈഡ് മൊത്തം സൈഡും കെട്ടി, മൊത്തം സൈഡിൻ്റെ ഇടയ്ക്കൊക്കെ കെട്ടി. ഇതുപോലെ റൗണ്ടിൽ മൊത്തം സൈഡും കെട്ടി. മൊത്തത്തിൽ വളയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ആ ഓരോ പീസും വളച്ച് എല്ലാ സൈഡും കമ്പി കൊണ്ട് കെട്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തത്. ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ കട്ടിയില്ല. ഒരു ജസ്റ്റ് ഇതുപോലത്തെ ഒരു സാധനം എടുത്തു. ഇത് ആക്ച്വലി പപ്പടമൊക്കെ വറുക്കുന്ന സാധനമാണ്. ആ സാധനം എടുത്തിട്ട് ഒരു കുത്തു കൊടുത്താൽ ഇതാവും. അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ ഈ സൈഡ് കെട്ടി, അതിനുശേഷം ഇതിന് റൂഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സെയിം ഷീറ്റിൽ തന്നെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ എത്രയാണ് എനിക്ക് വേണ്ടത് ആ നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്യാൻ കത്രിക യൂസ് ചെയ്ത്, കത്രിക വെച്ച് കട്ടാവുന്നുണ്ട്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ട് ആ റൂഫ് ഷീറ്റ് ഇതുപോലെ കറക്റ്റ് വളച്ച് വെച്ചിട്ട് ഓരോ രണ്ട് സൈഡിലും ഇവിടെ മൊത്തം കമ്പി കൊണ്ട് കെട്ടി, അപ്പുറത്തെ സൈഡും കമ്പി കൊണ്ട് കെട്ടി. ഓക്കെ, പിന്നെ ഈ സൈഡിൽ ഇതാണിപ്പോൾ ഡോറിൻ്റെ സൈഡ് വരുന്നത്. ഈ സൈഡിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം ഞാൻ മേൽക്കൂര, അതായത് ഇവിടെ നിന്ന് കുറച്ച് എക്സ്ട്രാ പോർഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് എക്സ്ട്രാ പോർഷൻ. പക്ഷെ വാതിൽ വെക്കണ സമയത്ത് അതങ്ങ് ശരിയാവുന്നില്ല. അത് എക്സ്ട്രാ അതൊരു ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ഉള്ളിലേക്ക് തന്നെ മടക്കി വെച്ചു. അപ്പോൾ എന്തൊക്കെയോ കുളമായിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുണ്ട്. ഇവിടെയും കൂടി ഒന്നിട്ട് കൊടുക്കേണ്ടി വരും. ഇതുപോലെ തുളയാക്കി കൊടുക്കണം. എന്നിട്ടൊരു കമ്പിയുടെ ഇതുപോലത്തെ ഒരു കമ്പി പീസ് എടുത്തിട്ട് this is almost done. ഇനി വേണ്ടത് വാതിൽ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാതിലാണ്. അപ്പോൾ വാതിലിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ തന്നെ ഒരു പീസ് ഏകദേശം മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് 4 സൈഡിൽ ഇതുപോലെ ഒരു വടി വെച്ച് കൊടുത്തു, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെയും കൂടെ 2 ഹോളാക്കിയിട്ട് ഞാൻ വേറെ കുറേ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ നോക്കി. ബട്ട് ഒന്ന് ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോള്, നടുക്ക് വടി വെച്ച്. ഓക്കെ, ഫൈൻ, ലുക്കിംഗ് നൈസ്. ഇനി ഇത് എത്രത്തോളം ഫിക്സ് ആകുമോ ഇല്ല എന്നുള്ളത് യു ഹാവ് ടു സീ. നല്ല വെയിലാണ് ഇവിടെ, നല്ല ചൂട്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടൈപ്പാണ്, അതുകൊണ്ട് ഫിക്സ്ഡ് അല്ല. ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, എനിക്കറിഞ്ഞൂടെ മാറുമെന്ന്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഹാങ്ങിങ് പോർഷൻ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അടിയിൽ 2 ഹോള് പോലത്തെ ഒരു സാധനം, അത് ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. അവിടെ സോ 2 ഹോള് പോലെ ഉണ്ടായിരുന്നു. ആ ഹോള് മുകളിൽ നിന്ന് നെറ്റിൻ്റെ ഹോളിൽ കൂടെ രണ്ട് ഹോളിൽ കൂടെ 2 പീസ് കയറ്റിയ ശേഷം അതിൻ്റെ സ്ക്രൂ പോർഷൻ താഴ്ന്ന് ഞാൻ 2 ഹോളിൽ കൂടെ കയറ്റി അത് ഫിക്സായി. ഇനി ഇത് ഹാങ് ചെയ്താൽ ഇത് ഇളകി പോകത്തൊന്നുമില്ല, ഫിറ്റാണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോർ ഫിക്സ് ചെയ്യുക എന്നുള്ളത്. ഇതിനെ എങ്ങനെ ഫിക്സ് ചെയ്യുന്നുള്ളതും കൂടി ആലോചിച്ച് ഐഡിയ ഉണ്ടാക്കണം. അപ്പോൾ
കൂട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശരിയാവോ അതോ അമ്മ വന്നിട്ട് മാറ്റാൻ പറയുമെന്ന് എനിക്കറിഞ്ഞൂടെ. ആസ് ഓഫ് നോ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു മരത്തിന്മേൽ ഒരു കമ്പിയിട്ട്, അങ്ങ് കാണുന്ന ആ മരത്തിന്മേലൊരു കമ്പിയിട്ട്, എന്നിട്ട് കൂടങ്ങ് തൂക്കിയിട്ടു. പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയണത്. സോ ഇതിന് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഹാങ് ചെയ്തിട്ടിടാം. അതിൻ്റെ കൂടെ തന്നെ താഴെ ഇപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കമ്പായിരുന്നു. സോ അതുപോലെ രണ്ട് സൈഡിലും അവിടെയും ഇവിടെയും 2 കമ്പ് കുത്തിക്കഴിഞ്ഞ് ബാലൻസായി നിൽക്കും, ആടത്തില്ല. സോ ദാറ്റ്സ് ഓൾ. ഇതിൻ്റെ ഡോറ് വലിയ രസമില്ല, ബട്ട് ഒപ്പിക്കാം. ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്. ഇനി നമുക്കൊരു പണിയും കൂടിയുണ്ട്. മഴ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അവിടെ നിൽക്കട, എന്ത് വരാത്തേ? ഞാൻ 2 കൈ വെച്ച് പിടിച്ചല്ലേ ശരിയുള്ളൂ. So yeah, it's 90% successful, I'll see. That's it. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. മീൻ കറിയും അച്ചാറും മത്തങ്ങയായിരുന്നു കറി. വൈകുന്നേരം നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.